ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എസൻസ് സ്റ്റഡീസ്. സോ ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ഓഡിറ്റ് എവിഡൻസ് ചാപ്റ്റർ ഫോർ ഓഡിറ്റ് എവിഡൻസിലെ എസ് എ 500 വിച്ച് ബേസിക്കലി മീൻസ് ഓഡിറ്റ് എവിഡൻസ് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമുക്ക് ഫർദർ ഈ എസ്സേയിൽ കടക്കുന്നതിന് മുന്നേ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വട്ട് ഡു യു മീൻ ബൈ എൻ എവിഡൻസ്. എന്താണ് ഒരു എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ആ ഒരു കാര്യം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ട്രൂ ആണോ ആക്യുറേറ്റ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫാക്ട്സ് ആയിരിക്കും ഈ എവിഡൻസ് എന്ന് പറയുന്നത്, അല്ലേ? സോ ദെൻ വട്ട് ഡു യു മീൻ ബൈ എൻ ഓഡിറ്റ് എവിഡൻസ് ആസ് എ ഹോൾ? അത് നമ്മളെ വരും പേജസിൽ നമ്മൾ പ്രവൃത്തിക്ക് പഠിക്കുന്നുണ്ട്. ഹിയർ മീനിങ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആസ് പെർ എസ് എ 500. നമ്മൾ ഓൾഡ് സിലബസിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഓൾഡ് സ്കീമിലാണെന്നുണ്ടെങ്കിൽ വി ഹാഡ് ദിസ് ട്രൂ ഓർ ഫോൾസ്. അതിൽ ഈ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും അടക്കം ഇവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിലേതെങ്കിലും ഒരു വേർഡ് ഒരു മാറ്റും. അത് നമുക്ക് കണ്ടെന്ന് വരില്ല. ബട്ട് നൗ ആസ് ട്രൂ ഓർ ഫോൾസ് ഇല്ലാത്തത് കൊണ്ട് അധികം ഇമ്പോർട്ടൻസിന് കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദിസ് മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് തോ യു ഹാവ് ടു സ്റ്റഡി ഇഫ് യു ഫീൽ സോ. സോ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് എവിഡൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇസ് എൻ ഇൻഫോർമേഷൻ യൂസ്ഡ് ബൈ എൻ ഓഡിറ്റർ അറ്റ് അറൈവിങ് അറ്റ് ദ കൺക്ലൂഷൻ ഓൺ വിച്ച് ഹിസ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഈസ് ബേസ്ഡ്. ഞാൻ ഈ റെഡ് മാർക്കിൽ അണ്ടർലൈനും ബോക്സും ആക്കി ഇട്ട സാധനങ്ങളാണ് കീവേഡ്സ്. ഈ കീവേഡ്സ് ഒമിറ്റ് ചെയ്തിട്ട് ഒരു ഉത്തരം, അതായത് ഇപ്പോൾ മീനിങ് തന്നെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കീവേഡ്സ് ഒമിറ്റ് ചെയ്തിട്ട് അതിന് പകരം നിങ്ങൾ ഓരോ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവർ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് തരില്ല. ഓക്കെ, സോ വാട്ട് ഡു വി ഹാവ് ഹിയർ? അതായത് ഓഡിറ്റർ അവൻ്റെ ഓഡിറ്റ് ഒപ്പീനിയനിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഇൻഫോർമേഷൻസാണ് ഈ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പം 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ 3 എനിക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി മേ യൂസ് ആൻ ഓഡിറ്റ് എവിഡൻസ് ടു വാലിഡേറ്റ് ഓൾ ദി 3 ഓപ്ഷൻസ് ടു ഫോം എ കൺക്ലൂഷൻസ്. അപ്പോൾ ഹി കൺക്ലൂഡഡ് ദാറ്റ് ഓപ്ഷൻ 1 വാസ് റൈറ്റ്. അപ്പം ആ ഓപ്ഷൻ 1നെ പറ്റിയിട്ടായിരിക്കും അവൻ്റെ ഓഡിറ്റ് ഒപ്പീനിയൻ ബേസ്ഡ് ആവല്. ഓക്കെ, സോ ദിസ് ഓഡിറ്റ് എവിഡൻസ് ബോത്ത് ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സും അതേപോലെ അതർ ഇൻഫോർമേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വിൽ ലേൺ അബൌട്ട് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സും അതർ ഇൻഫോർമേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സ്പ്ലെയിനിങ് ദിസ് ഫർദർ ഓഡിറ്റ് എവിഡൻസ് ഇൻക്ലൂഡ്സ്. ഈ ഓഡിറ്റ് എവിഡൻസ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മൾട്ടിപ്പിൾ പ്രാവശ്യം നമ്മൾ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ റീസെൻ്റ് അറ്റംപ്റ്റ്സ് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും അവർക്ക് കുറേ അറ്റംപ്റ്റ്സ് ഇത് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഒരിക്കലും നമ്മൾ ചോദിക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്യാം. ദിസ് ഈസ് വെരി ഈസി. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ഉത്തരം ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ. ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് എന്തൊക്കെ തരം എവിഡൻസ് ആണ് നമുക്ക് കിട്ടരുതെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്? ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിക്കുക. ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ്, കോൺട്രാക്ട്സ്, ഒരു 2 പാർട്ടീസ് തമ്മിൽ ഏർപ്പെട്ടിയ കോൺട്രാക്ട്സ്, ഇനീഷ്യൽ അക്കൗണ്ടിങ് എൻട്രീസ്, നമ്മളൊരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഇനീഷ്യലായിട്ട് അക്കൗണ്ടിങ് എൻട്രീസ് ഇടും, അത്. പിന്നെ അതേപോലെ തന്നെ ചെക്ക്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ദിസ് ഇസ് സോ ഈസി, ദർ ഇസ് നോ നീഡ് ഫോർ എക്സ്പ്ലനേഷൻസ്. പിന്നെ അതേപോലെ തന്നെ ജനറൽ സബ്സിഡി ലെഡ്ജേഴ്സ് ആൻഡ് ജേർണൽസ് ആൻഡ് എക്സെട്ര. പിന്നെ അതേപോലെ തന്നെ ഈ റീകൺസീലിയേഷൻസ് കമ്പ്യൂട്ടേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ജി എസ് ടിയിൽ മിസ്മാച്ച് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റീകൺസീലിയേഷൻ ടേബിൾ ഉണ്ടാക്കും. അത് നമുക്ക് ഓഡിറ്റിന് വേണ്ടിയിട്ട് നമുക്കത് എൻക്വയറി ചെയ്താൽ ആ റീകൺസീലിയേഷൻ ടേബിൾ ഓൾസോ വുഡ് ഫോം പാർട്ട് ഓഫ് എൻ എവിഡൻസ്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ അതർ ഇൻഫോർമേഷൻസ്? ഇപ്പോൾ ഈ അതർ ഇൻഫോർമേഷൻസിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2 പാർട്ടീസ് തമ്മിലുള്ള മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ്, റിട്ടേൺ കൺഫർമേഷൻ ഫ്രം ട്രേഡ് റിസീവേഴ്സ് ആൻഡ് പേയബിൾസ്, ഇതൊന്നും ഒരിക്കലും എന്തല്ല ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ include ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് they are not part of accounts. Okay, easy like that. Moving on, types of audit evidence. Just പറഞ്ഞു വിടാൻ മാത്രമേ ഉള്ളൂ. This will not be tested. Even though if it is tested,
you can obviously answer this. Okay, so types of forwarded evidence depending on the nature ഉണ്ട് സോഴ്സ് ഉണ്ട് വേണമെങ്കിൽ MCQയിൽ ടെസ്റ്റ് ചെയ്യാം സോഴ്സ് ആൻഡ് നേച്ചർ ആണ്. നേച്ചറിൽ വരുന്നത് വിഷ്വൽ ഓറൽ ഡോക്യുമെൻ്ററി ആൻഡ് സോഴ്സിൽ ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ വിഷ്വൽ ഓഡിറ്റ് എവിഡൻസ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളെ കണ്ണുകളോട് കൊണ്ട് ഒബ്സർവ് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത ഒരു ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കും വിഷ്വൽ ഓഡിറ്റ് എവിഡൻസ്. അതായത് ഒബ്സർവേഷൻ ഓഫ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി. അതായത് നമ്മളെ ക്ലയൻറ്റിൻ്റെ ഇൻവെൻട്രി ഇപ്പം ഒരു 5 lakhs ആണ് ഇവർ പറയുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐദർ വി അവർ സെൽഫ് ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഓർ അവരെ സ്റ്റാഫ് ചെയ്യുന്നത് പോയി ഒബ്സർവ് ചെയ്യാം. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഇൻ വിഷ്വൽ. അതേപോലെ തന്നെ ഇപ്പം ക്ലയൻറ്റിൻ്റെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു 2 lakh ആണ് അവർ പറയുന്നത് ഓർ 20 lakhs ആണ് അവർ പറയുന്നത് എന്നെങ്കിൽ ഇതിൻ്റെ എക്സിസ്റ്റൻസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ അങ്ങോട്ട് വിഷ്വലി നോക്കാൻ വേണ്ടി അവിടെ പോവാം. സോ ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് വിഷ്വൽ ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറൽ എവിഡൻസ് എന്തായിരിക്കും? ഓറൽ എവിഡൻസ് ഈസി. അതായത് മാനേജ്മെൻറ്റിനോട് നമുക്ക് ലോട്ട് ഓഫ് കാര്യങ്ങൾ നമുക്ക് ഇൻക്വയറി ചെയ്യാം ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ടു പ്രൊവൈഡ് അസ്. അതായത് അവരെ ഫോർ എക്സാമ്പിൾ അവരുടെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിന് ഇപ്പം ഓരോ ഫിനാൻഷ്യൽ ഇയറും 5 lakh വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് ഇവർ ഈ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സിന് പ്രൊവിഷനായിട്ട് 5 lakh ഇടുന്നത് എന്ന് നമുക്ക് ഇൻക്വയറി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് തരുന്ന റിപ്ലൈ ആയിരിക്കും ഓറൽ എവിഡൻസ്. ഡോക്യുമെൻ്ററി എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്സ്, അഗ്രിമെൻറ്റ്സ്, ബിൽസ്, അതൊക്കെയാണ് ഡോക്യുമെൻ്ററി ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടാം. ഈസി. ഇനി അടുത്ത് നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ സോഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻറ്റേർണൽ എവിഡൻസും ഉണ്ട് എക്സ്റ്റേണൽ എവിഡൻസും ഉണ്ട്. സോ ഈസി. ഇൻറ്റേർണൽ എവിഡൻസ് എന്തായിരിക്കും? അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന എവിഡൻസ് ആണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എവിഡൻസ് എന്ന് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അവർ നടത്തുന്ന സെയിൽസിന് അവർക്ക് എന്തായാലും ഒരു സെയിൽസ് ഇൻവോയ്സസ് ഉണ്ടാവും. അവർ നടത്തുന്ന ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട്സിന് എന്തായാലും അവർക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ എന്തായാലും ഉണ്ടാവും. പിന്നെ സെയിൽസ് ചെലാൻ ആൻഡ് ഫോർവേഡ് നോട്ട്സ് എന്തായാലും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്നതായിക്കൊണ്ട് ദിൽ ബി ഹാവിങ് സച്ച് എവിഡൻസ്. നൗ ഫോർ എക്സ്റ്റേണൽ എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദ ക്ലയൻറ്റ്സ് ഓർഗനൈസേഷൻസ് ആണ് എക്സ്റ്റേണൽ എവിഡൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളെ സ്ഥാപനം, അതായത് ക്ലയൻറ്റിൻ്റെ സ്ഥാപനം ഒരു സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ഇൻവോയ്സ് അവരെ കെയ്മയും സെയിൽസ് ഇൻവോയ്സ് കമ്പനിയുടെ കെയ്മയും ഉണ്ടാക്കുക. സോ വി ക്യാൻ കമ്പയർ ബോത്ത് ദ ഇൻവോയ്സ്. ഓക്കെ, സോ വൺ ഈസ് ഇൻറ്റേർണൽ, വൺ ഈസ് എക്സ്റ്റേണൽ. So previous or attempt there was just one question whether sales invoice internal audit evidence ആയിരുന്നു or external audit evidence ആയിരുന്നു എന്ന്. And there were multiple of students അത് തെറ്റിച്ച് കുറേ പേര് എനിക്കറിയാം. അപ്പം ട്രൂ ഓർ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ പ്രാവശ്യത്തെ MCQ ഇത് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉള്ളത്. സോ എവറിത്തിങ് യു ഹാവ് ടു ഹാവ് അറ്റ് ദി എൻഡ്, യു ഹാവ് ടു ഹാവ് ഹൈ കൺസെപ്ച്വൽ നോളജ്. ഓക്കെ, ജസ്റ്റ് കറക്കി കുത്തിയാൽ മാത്രം പോരാ. സോ ഈ ഒരു പാരഗ്രാഫ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്ററിന് ബൾക്ക് ഓഫ് എവിഡൻസ്, അതായത് കൂടുതലുമായിട്ട് ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ ഇൻറ്റേർണലി മാത്രം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റിനോട് ചോദിച്ചിട്ട് അത് കിട്ടൽ തന്നെ ആയിരിക്കും. ദെൻ ഹി ഈസ് സെയിങ്, അതായത് ഈ എവിഡൻസ് ഇൻറ്റേർണൽ എവിഡൻസ് ആയതുകൊണ്ട് തന്നെ, ഇൻറ്റേർണൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ജനറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് തട്ടിപ്പ് നടത്താൻ വളരെയധികം ചാൻസസ് ഉണ്ട്. വൈ? ബിക്കോസ് ദ ക്ലയൻറ്റ് ആൻഡ് ഹിസ് സ്റ്റാഫ് ഹാവ് ദ കൺട്രോൾ. ഓക്കെ, നമ്മൾ ചോദിച്ചിട്ട് ഒരു തരുന്ന കാര്യത്തിൻ്റെ മേഖലയിൽ ദേ ഹാവ് ദ കംപ്ലീറ്റ് കൺട്രോൾ. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, the auditor has to be alive to the possibilities of manipulations and creations of false and misleading evidence. എത്ര internal evidence എന്ന് പറഞ്ഞാലും they can be faulty and misleading. ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ എക്സ്റ്റേണൽ എവിഡൻസ് പക്ഷേ കമ്പാരിറ്റീവ്ലി മോർ റിലയബിൾ. അതിൻ്റെ റീസണിങ് വൈ ഈസ് എക്സ്റ്റേണൽ എവിഡൻസ് മോർ റിലയബിൾ ദാൻ ഇൻറ്റേർണൽ എവിഡൻസ് എന്ന ചോദ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദിസ് ആൻസർ. ഓക്കെ, കാരണം ദേ കം ഫ്രം തേർഡ് പാർട്ടീസ്. സോ വാട്ട്?
സോ വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തല്ല, ദർ നോട്ട് നോർമലി ഇൻട്രസ്റ്റ് ഇൻ മെനിപ്പുലേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. അത് ഇവരെ അതായത് തേർഡ് പാർട്ടീസിനെ ബാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഇൻഫോർമേഷൻ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് അവർക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, എന്നിട്ട് പറയാണ് ഇപ്പം ഇനി ഓഡിറ്ററിന് അതായത് ഹാസ് എനി റീസൺസ് ടു ഡൗട്ട് ദ ഇൻഡിപെൻഡൻസ് ഓഫ് തേർഡ് പാർട്ടി. അതായത് ഞാനിപ്പോൾ ഇൻക്വയറി ചെയ്തൊരു തേർഡ് പാർട്ടി ഇപ്പോൾ ഒരു ക്രെഡിറ്റർ ആണ് വിചാരിക്കാം, അവരും അതായത് ഈ തേർഡ് പാർട്ടിയും ഓർഗനൈസേഷനും തമ്മിൽ എന്തെങ്കിലും ടൈപ്പ് ഉണ്ട് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്ട് ഹീ ഷുഡ് ഡു, ഹീ ഷുഡ് എക്സൈറ്റ് ഗ്രേറ്റർ വിജിലൻസ്. ദിസ് വിജിലൻസ് ആൻഡ് ഓൾ ഈസ് എ കീ വേർഡ്, യു കനോട്ട് മിസ് ദാറ്റ്. ഓക്കെ, അപ്പോഴാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം വരുന്നത്. യു ഹാവ് ടു ട്രൈ ടു മാച്ച് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എവിഡൻസ് ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ഇൻവോയ്സിൽ 5 ലക്ഷമാണ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പർച്ചേസ് ഇൻവോയ്സിലും വരേണ്ടത് ഫോർ ദ സെയിം ഐറ്റം. സോ മൂവിങ് ഓൺ, let's learn what is okay, so let's learn what is relevance and reliability of audit evidence. Most of the people tend to skip this portion because the words a little bit hard to grasp, but let's study with ease. Okay, so listen, auditor എന്താക്കണം, ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേഖലയിൽ ട്രൂത്ത് ആൻഡ് ഫെയർനെസ്സിനെ പറ്റിയിട്ടാണ് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതിന് ഇവൻ എന്ത് കൺസിഡർ ചെയ്യണം, അതായത് ഒരു ഇൻഫോർമേഷൻ അവിടെ ഉണ്ടാകും. ആ ഇൻഫോർമേഷൻ ഒരു ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് ഇവൻ എടുക്കണോ വേണ്ടയോ എന്ന് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ഷാൽ ഓൾസോ കൺസിഡർ റെലവൻസ് ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഇൻഫോർമേഷൻ ഫസ്റ്റ്. സോ ദർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഹിയർ. ഇതേ സെയിം പാരഗ്രാഫ് വെച്ചിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തൽക്കാലം ഓൺ ബെയറിങ് അപ്പോണും വെയർ അപ്രോപ്രിയേറ്റ് ഒന്ന് കട്ടാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടി വായിച്ചു നോക്കാം. റെലവൻസ് ഡീൽ വിത്ത് ദ ലോജിക്കൽ കണക്ഷൻ വിത്ത് ദ പേർപ്പസ് ഓഫ് ദ ഓഡിറ്റ് പ്രൊസീജിയർ ആൻഡ് ദ അസേർഷൻ അണ്ടർ കൺസിഡറേഷൻ. വെരി ഈസിയാണ്, മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം. ലോജിക്കൽ കണക്ഷനെ കുറിച്ചിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കാം. അതായത് ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവൻ ബാലൻസ് ഷീറ്റ് എക്സാമിൻ ചെയ്തിട്ടല്ല ഇവൻ ജേർണൽ എൻട്രീസ് എക്സാമിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ കിട്ടത്തില്ല. അതായത് ഈ ഒരു കണക്ഷൻ ഇസ് നോട്ട് ലോജിക്കൽ അറ്റ് ഓൾ, അല്ലേ? അതാണ് ഇവിടെയും പറയുന്നത്. റെലവൻസ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോജിക്കൽ കണക്ഷനാണ്. എന്തിൻ്റെ ലോജിക്കൽ കണക്ഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദ പേർപ്പസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. എന്തിൻ്റെ മുകളിൽ ദ അസേർഷൻ അണ്ടർ കൺസിഡറേഷൻ. സോ ലെറ്റ് us study with an example. ഗൈസ്, നമുക്ക് അസേർഷൻ്റെ കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് മാനേജ്മെൻറ്റ് ഇപ്പോൾ റെൻറ്റ് അവർ 10K പെർ മന്താണ് അടക്കുന്നത് എന്ന് നമുക്ക് ഒരു അസേർഷൻ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് പറഞ്ഞു തന്നു. സോ ദാറ്റ് ഈസ് അവർ അസേർഷൻ ആൻഡ് കൺസിഡറേഷൻ. ആ ഒരു അസേർഷൻ നമുക്ക് എന്ത് വന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് either, this is just for an example purpose, either we can use inquiry, അതായത് ആരോടെങ്കിലും, അതായത് പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ കൺഫർമേഷൻ ആയിട്ട് ഒരു ഇൻക്വയറി ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഒരു ഡോക്യുമെൻ്ററി ഇൻസ്പെക്ഷൻ ചെയ്യാം, അല്ലേ? ഈ രണ്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ പേർപ്പസിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട്. കാരണം ഒരു റെൻറ്റ് കൊടുക്കുന്ന ആളോട് ഇൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ വെരിഫൈ 10K തന്നെയാണോ ഇല്ലയോന്ന്. അല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റൽ അഗ്രിമെൻറ്റ് ഇൻസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിന് എമൗണ്ട് അത്ര തന്നെയാണോ വരുന്നതും വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ റെൻറ്റ് 10K എന്നുള്ള അസേർഷനിൽ ഉപയോഗിച്ച ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് ഒരു ലോജിക്കലായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റെലവൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്ത കാര്യത്തൊക്കെ റെലവൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്.
Now look, the relevance of information to be used as audit evidence may be affected by the direction of testing. അതായത് നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഒബ്സർവേഷൻ ആണ് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചാലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എവിഡൻസ് വുഡ് യു വിൻ ഗെറ്റ്? നമുക്ക് ആ ബിൽഡിങ് പോയി ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് റെൻറ്റ് 10K ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അതിലൊരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടോ? ആ പർപ്പസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ലോജിക്കലി കണക്റ്റഡ് വിത്ത് ദ അസഷൻ ആണോ? അല്ല. അപ്പം അതൊരിക്കലും റെലവൻറ്റും അല്ലേ അല്ല. സോ നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി റിലയബിലിറ്റി. ഈ റിലയബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ കുറേ എസ്സേസിൽ ഇങ്ങനെ തന്നെ സെയിം പാരഗ്രാഫായിട്ട് റിലയബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ എന്താണെന്ന് ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്. എസ് 500 മാത്രമല്ല 300 സീരീസിലും വരുന്നുണ്ട് റിലയബിലിറ്റിന് ഇതേ സെയിം തിങ്സ്. സോ ദിസ് ഈസ് വെരി ഈസി ടു ലേൺ. കട്ടായി നമുക്ക് പഠിക്കാം. അപ്പം റിലയബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ ടു ബി യൂസ്ഡ് ആസ് ഓഡിറ്റ് എവിഡൻസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അതായത് ഈ റിലയബിലിറ്റി ഒരു ഇൻഫോർമേഷൻ്റെ റിലയബിലിറ്റി ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് സോഴ്സ് ആൻഡ് നേച്ചർ അല്ലേ? അതായത് ഇതിപ്പം ഈ ഇൻഫോർമേഷൻ കിട്ടുന്ന സോഴ്സ് ഇൻറ്റേർണൽ ആണെന്നുണ്ടെങ്കിൽ റിലയബിലിറ്റി കുറയും, എക്സ്റ്റേർണൽ ആണെന്നുണ്ടെങ്കിൽ റിലയബിലിറ്റി കൂടും. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. അതേപോലെ റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി കൂടും. ഓറൽ ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ റിലയബിലിറ്റി കുറയും ചെയ്യും. ഓക്കെ, ആൻഡ് ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻക്ലൂഡിങ് കൺട്രോൾസ് ഓഫ് ഇറ്റ്സ് പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് വിച്ച് ആർ ഓൾസോ റെലവൻറ്റ്. അതായത് ഒരു ഇൻഫോർമേഷൻ, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ്റെ മുകളിൽ ആ ഇൻഫോർമേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം കൺട്രോൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the reliability can be lower. That is common sense. So this is a very easy example. So നിങ്ങളിത് സ്വന്തം തന്നെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. If not, you can always ask me in the comment section. And about this 3 paragraph later on essays നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കുന്നുണ്ട്. സോ അവിടെ നമുക്കിത് കവർ ചെയ്ത് പോവാം. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ റിലയബിലിറ്റീൻ്റെ പാരഗ്രാഫ് ഒരു 5 മാർക്സിനോട്ടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെൻ ഓൾവേസ് സ്റ്റാർട്ട് റൈറ്റിംഗ് വിത്ത് ദിസ് സ്മോൾ പാരഗ്രാഫ്. സോ ഗൈസ്, ജനറലൈസേഷൻ അബൌട്ട് റിലയബിലിറ്റി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം, വാട്ട് ആർ ദ ജനറലൈസേഷൻസ് ഓഫ് റിലയബിലിറ്റി. അപ്പോൾ ഇവരിവിടെ പറയുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലയബിലിറ്റി എന്ന ടോപ്പിക്ക് വരുമ്പോൾ കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് കുറേ എക്സെംഷനും കൂടിയുണ്ട്. അതായത് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഇൻറ്റേർണൽ എവിഡൻസിനെയും കാട്ടി കൂടുതൽ റിലയബിൾ എക്സ്റ്റേർണൽ എവിഡൻസ് ആണ്. നമ്മൾ ജനറലാക്കി ആ കാര്യം പറഞ്ഞു അല്ലേ? പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സ്റ്റേർണൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് മേ നോട്ട് ബി റിലയബിൾ എപ്പോഴൊക്കെ ഇഫ് സോഴ്സ് ഇസ് നോട്ട് നോളജബിൾ, അല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ഒബ്ജക്റ്റിവിറ്റി, അതായത് സ്വന്തം ജഡ്ജ്മെൻറ്റ് ലാക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ റിലയബിലിറ്റി അവിടെ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഇതൊക്കെ ഒരു എക്സെപ്ഷൻ ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എക്സെപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തൽക്കാലം ഈ ജനറലൈസ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ഇത് ഡയറക്റ്റ് ചോദിക്കാം കേട്ടോ. ദിസ് ഈസ് വെരി ഈസി ഓൾസോ. ജസ്റ്റ് സി, അതായത് സോ ഇവിടെ റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് കൂടും എപ്പോഴൊക്കെയാണ്? അതായത് നമ്മളൊരു എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒബ്റ്റെയിൻഡ് ഫ്രം ഇൻഡിപെൻഡൻസ് ഓൺ ഔട്ട്സൈഡ് ദ എൻറ്റിറ്റി, ഈസി. ഇനി അടുത്തത് ദ റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് ജനറേറ്റഡ് ഇൻറ്റേർണലി, അതായത് ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ റിലയബിലിറ്റി കൂടും എപ്പോഴൊക്കെ? വെൻ ദ റിലേറ്റഡ് കൺട്രോൾസ്, അതായത് ആ ഒരു എവിഡൻസ്, ആ ഒരു ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോൾസ് ഓവർ വാട്ട്, കൺട്രോൾസ് ഓവർ ഇറ്റ്സ് പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ആ ഒരു എവിഡൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കൺട്രോൾസ് ആണ് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി ക്യാൻ give them a degree of reliability for that information. ഇനി അടുത്തത് ഓഡിറ്റ് എവിഡൻസ് ഒപ്പം ഡയറക്ട്ലി ബൈ ദ ഓഡിറ്റർ. ഈ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ കീവേഡ്സ് ആണ്. യു ഹാവ് ടു റൈറ്റ് ദിസ് ഇൻ ദ ആൻസർ ഷീറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മാർക്ക് തരത്തില്ല. ഇത് വെറുതെ അല്ല ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത്.
സോ ഓക്കെ, അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ഡയറക്ട്ലി ബൈ ദ ഓഡിറ്റർ, ഫോർ എക്സാമ്പിൾ ഒബ്സർവേഷൻ അല്ലേ, ഓഡിറ്റർ സ്വന്തമായിട്ട് പോയി കാണുന്ന കാര്യങ്ങളായിരിക്കും എല്ലാത്തിനെയും കാട്ടി കുറച്ചും കൂടി റിലയബിലിറ്റി കൂടുതൽ ദാൻ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ഇൻഡയറക്ട്ലി ബൈ മാനേജ്മെൻറ്റ് ആവാം, ബൈ സ്റ്റാഫ് ആവാം, ഓർ ബൈ ഇൻഫറൻസ്, അതായത് മാനേജ്മെൻറ്റ് ത്രൂ അല്ലെങ്കിൽ ഒരാൾ ത്രൂ കിട്ടുന്ന ഒരു ഇൻഫർമേഷനും കാട്ടി റിലയബിൾ. ദാറ്റ്സ് ഓൾസോ ഫിനിഷ്ഡ്. ഇനി അടുത്തത് ഓഡിറ്റ് എവിഡൻസ് ഇൻ എ ഡോക്യുമെൻ്ററി ഫോം, കീവേഡ് ആട്ടോ. അപ്പം ഡോക്യുമെൻ്ററി റിട്ടൺ ഫോമിൽ കിട്ടുന്ന എങ്ങനെയൊക്കെ ആവാം, അത് പേപ്പറിലായാലും പ്രശ്നമില്ല, ദിസ് ക്യാൻ ബി ടെസ്റ്റഡ്. പേപ്പറിൽ മാത്രമല്ല ഇലക്ട്രോണിക് മോഡിലാവാം, അല്ലെങ്കിൽ ഇനി അതർ മീഡിയത്തിലും ആവാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ മീഡിയത്തിലെ ഡോക്യുമെൻ്ററി ഫോമിൽ ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കും മച്ച് മോർ റിലയബിൾ ദാൻ ഒബ്റ്റെയിൻഡ് ഓർലി. കാരണം പറഞ്ഞാൽ അവിടെ തീർന്നു, പിന്നെ അതിന് എവിഡൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, അതായത് ഈ എക്സാമ്പിൾ പറയുന്നത് എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിലുള്ള റിട്ടേൺ റെക്കോർഡായിരിക്കും മച്ച് മോർ റിലയബിൾ അബവ് റിട്ടേണിൽ നടന്ന കാര്യങ്ങൾ ഓറൽ റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മൾ വാക്ക് കൊണ്ട് ഇതൊക്കെയാണ് നടന്നത്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഇതൊക്കെയാണ് പറഞ്ഞത്, ഇത് പറയുന്നതിനെക്കാട്ടി നല്ലത് ഒരു റെക്കോർഡ് ഓഫ് മീറ്റിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ്. അടുത്തത് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ആസ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും മച്ച് മോർ റിലയബിൾ വെൻ കമ്പയർഡ് ടു ഫോട്ടോകോപ്പീസോ ഫാസ് ഇമെയിൽസോ ഓർ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ഫിലിം ഡിജിറ്റൈസ്ഡ് ഓർ അതർവൈസ് ട്രാൻസ്ഫർഡ് ഇൻ ഇലക്ട്രോണിക് ഫോം. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദ റിലയബിലിറ്റി ഓഫ് വിച്ച് മേ ഡിപ്പെൻഡ് ഓൺ ദ കൺട്രോൾസ് ഓഫ് ദി പ്രിപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്. ഓബ്വിയസ്ലി അങ്ങനെ തന്നെയാണല്ലോ. നമുക്കിപ്പോൾ റെൻ്റൽ അഗ്രിമെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആധാരമോ ഒറിജിനലായിട്ട് കിട്ടുന്നതായിരിക്കും എപ്പോഴും മച്ച് മോർ റിലയബിൾ ദാൻ PDF-ലായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പീസായിട്ടോ റിസീവ് ചെയ്യുന്നത്. സോ ബൈ ദാറ്റ് റിലയബിലിറ്റി ഓഫ് അതായത് ജനറലൈസേഷൻ, ഓക്കെ, ജനറലൈസേഷൻ ഓഫ് റിലയബിലിറ്റി എന്ന നമ്മളൊരു ടോപ്പിക് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. So let's move on.